ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ല അടിപൊളി ഒരു മാങ്ങാക്കറി ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടി മാങ്ങ തൊലി കളഞ്ഞ് 2 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം അങ്ങോട്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങയിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്ത് കുറച്ചെടുത്ത് അരച്ച് നമുക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് പാകമാണെങ്കിൽ ഉപ്പിന് വേറെ ചേർക്കണ്ട, ആദ്യമേ നമ്മൾ ചേർത്തായിരുന്നല്ലേ. അപ്പം അടുത്തത് ഒന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിള വന്ന് തുടങ്ങി. നല്ലോണം ഒന്ന് ഇളക്കി നോക്കി, ഉപ്പ് നോക്കി, ലേശം കൂടെ ഉപ്പ് വേണം, അതുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാക്കറി റെഡി. താങ്ക് യു.